സ്വന്തം തൊട്ടടുത്ത റൂമിൽ കിടക്കുകയും ദർസ് നടത്തുകയും ഒരു ദിവസം നിരന്തരം കാണാനും സംസാരിക്കാനും അനുഭവിക്കാനും അവസരം കിട്ടിയിട്ടുള്ള ആളുകൾ. ഉസ്താദിന്റെ ജീവിതത്തിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിലെടുത്തിട്ടുള്ള നിർണായകമായ പല തീരുമാനങ്ങളെയും കള്ളമായി വ്യാജമായി വ്യാഖ്യാനിച്ചിട്ട് മരണാനന്തരം മഹാനായ ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു. ഇത് ഒരു നല്ല പരിപാടിയല്ല. എന്നിട്ട് ഒരുപാട് വൃത്തികേട് പറഞ്ഞിട്ട് പറയാണ്, ഇതൊക്കെ പറയാൻ എനിക്ക് തങ്ങൾ പാപ്പ സമ്മതം തന്നിട്ടുണ്ട്. തങ്ങൾ പാപ്പ അങ്ങനെ സമ്മതം കൊടുക്കുന്ന ആളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആലിക്കുട്ടി ഉസ്താദിനെ വിമർശിക്കാൻ ആര് സമ്മതം കൊടുക്കാൻ? ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കാൻ ആരാ സമ്മതം കൊടുക്കുക? ആലിക്കുട്ടി ഉസ്താദിനെ പറ്റി വ്യാജം പ്രചരിപ്പിക്കാൻ ജീവിതകാലത്ത് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തീർക്കാനും ഒട്ടേറെ അവസരങ്ങളുണ്ടായ ആളുകളാണ്. എന്നിട്ട് അവരാണ് ഈ രീതിയിൽ വൃത്തികെട്ട ഭാഷയിൽ ഒരു മനുഷ്യന്റെ വഫാത്തിന് ശേഷം 2 ആഴ്ച പോലും കഴിയുന്നതിന് മുമ്പ് സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നു. എന്നിട്ടിങ്ങനെ നല്ല പൊള്ള ചമഞ്ഞിട്ട് വലിയ കിതാബ് തിരിയുന്ന ആളായിട്ട്, വലിയ രീതിയിലുള്ള പാണ്ഡിത്യമുള്ള ആളായിട്ട് ചമഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇവരുടെയൊക്കെ യോഗ്യതയും ഇവർക്കൊക്കെ സമൂഹത്തിലും കുടുംബത്തിലും നാട്ടിലുള്ള നിലയും വലിയൊന്നും ഇതുപോലുള്ള ഒരു വേദിയിൽ പറയാൻ പറ്റുന്നതല്ല. നമ്മുടെ സംസ്കാരം അതിന് യോജിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, മഹാനായ ആലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള ജീവിതകാലം മുഴുവൻ എന്ന് തന്നെ പറയണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരാഴ്ച മാത്രമാണ് ആ മനുഷ്യൻ സ്കൂളിൽ പോയിട്ടുള്ളത്. ഒരാഴ്ച. അഥവാ ദീനിന് നിരക്കാത്ത ആ പരിശുദ്ധമായ വിജ്ഞാനത്തോട് നിരക്കാത്ത ഒരു വിദ്യാഭ്യാസം പോലും ആ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. ബാല്യകാലം മുതൽ കൊച്ചുനാൾ മുതൽ പള്ളി ദർസിലും ഓത്തുപള്ളിയിലും തന്റെ ഉപ്പാന്റെ അടുത്തും വല്യപ്പാന്റെ അടുത്തും മറ്റുള്ളവരടുത്തും ദർസിലൊക്കെ പോയി ജീവിതകാലം മുഴുവൻ ദീനീ വിജ്ഞാനങ്ങളുമായി ഇടപഴകി ജീവിച്ചൊരു മനുഷ്യൻ, ലോകത്തിന്നുവരെ അദ്ദേഹത്തോട് ശത്രുതയുള്ള ഒരാൾ എന്ന് പറഞ്ഞ് ഒരാളെപ്പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ സർവസ്വീകാര്യനായ 8 പതിറ്റാണ്ട് കാലം ജീവിച്ചു മരണപ്പെട്ടു പോയൊരു മനുഷ്യനെ പറ്റി, ആ മനുഷ്യൻ മരണപ്പെട്ട് 2 ആഴ്ച പിന്നിടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കള്ളം പറയുന്നവരും തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാജം പ്രചരിപ്പിക്കുന്നവരും ഈ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ അവരോർത്തുകൊള്ളണം, ഇത് അവരുടെ വലിയ അപകടത്തിന്റെ സൂചനയാണ്. അവരത്ര വലിയ തലക്കെട്ടിട്ടും കാര്യമില്ല, എത്ര താടി വെച്ചിട്ടും കാര്യമില്ല. വൃത്തികെട്ട സമീപനമാണ് ആ സ്വീകരിച്ചത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അസ്ഹരി ഇവിടെ സംസാരിക്കാനുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആലിക്കുട്ടി ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇത്തരം വൃത്തികെട്ട സമീപനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്തരം വൃത്തികെട്ട പ്രചാരണങ്ങൾ നടത്താൻ ആരും സമ്മതം കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ CAC-യുമായി ബന്ധപ്പെട്ട തീരുമാനമാണെങ്കിലും സമസ്തയുടെ മറ്റെന്ത് തീരുമാനങ്ങളാണെങ്കിലും ആ തീരുമാനങ്ങളൊന്നും ഒരാളെടുത്ത തീരുമാനമല്ല. അതൊക്കെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിത സഭകൾ നിരന്തരമായി കൂടിയാലോചിച്ചുകൊണ്ട് അവരേഖണ്ഡമായി എടുത്ത തീരുമാനമാണ്. അവരെടുത്ത തീരുമാനം പരസ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ തന്നെ അതിന്റെ മേൽവിലാസത്തിൽ വേദി കെട്ടി അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ പരസ്യമായിട്ട് വിശദീകരിച്ചതാണ്. ഈ നിമിഷം വരെ അതിൽ ഒരു വാചകം പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ പിൻവലിച്ചിട്ടില്ല. ആ പിൻവലിക്കാത്തിടത്തോളം കാലം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ നിലപാടാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ തീരുമാനമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ തീരുമാനത്തിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുന്നവരാണ് സമസ്തക്കാർ. അല്ലാതെ സമസ്തക്കാരാണെന്ന് പറയാ, സമസ്തന്റെ കൂടെയാണെന്ന് പറയാ, എന്നിട്ട് മരണാനന്തരം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിക്കുന്നവരുടെ സംസ്കാരം, അത്തരം സംസ്കാര ശൂന്യരെ സമുദായം തിരിച്ചറിയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് ഇവരാണ് സമസ്തക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. സമസ്തയുടെ ആലിമ്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇവർ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളെ യോഗ്യത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുടെ യോഗ്യത ആർക്ക് ക്ലാസ് എടുക്കുക? സമസ്ത കേരള ജംഇയ്യത്തുൽ മുഷാവറക്ക്, സമസ്തയുടെ ആലിമീങ്ങൾക്ക്.
ഇവരാണ് ഇപ്പൊ ഫത്വ കൊടുക്കുന്നത്, ഇവരാണ് മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. ഇവരൊക്കെ ചില ആളുകൾക്ക് ഫത്വ കൊടുത്ത് ആ ഫത്വ പ്രായോഗികമായി നടപ്പാക്കിയതിന്റെ ദുരന്തം അവിടെ കുടുംബത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അത്ര പറയുന്നുള്ളൂ, ബാക്കി ആലോചിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്ര വൃത്തികെട്ട സമീപനം സ്വീകരിക്കാൻ പാടില്ല. നാലാംകിട രാഷ്ട്രീയക്കാരെ പോലും സ്വീകരിക്കൂല. ഇവിടെ CPM-കാരൻ മരണപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ തൃപ്പനച്ചി അങ്ങാടിയിൽ CPM-കാരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഇവിടെ അങ്ങാടിയിൽ അനുശോചന യോഗം നടക്കും. ആ അനുശോചന യോഗത്തിൽ ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ലീഗും CPI-യും BJP-കാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. അവർക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എതിർ പാർട്ടിയിൽപ്പെട്ട ആൾ പോലും എന്താ പറയാ, ആൾ നല്ല മനുഷ്യനായിരുന്നു, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു, നല്ല വർത്താനേ പറയുള്ളൂ. മതവിശ്വാസിയാവട്ടെ മതവിശ്വാസമല്ലാത്താവട്ടെ ഏത് പാർട്ടിയിൽപ്പെട്ടവരും ഇതല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സംസ്കാരം. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായിട്ട് ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം സംഘടിപ്പിക്കുന്നു എന്ന വ്യാജേന ഒരു പരിപാടി സംഘടിപ്പിച്ച് ആ മനുഷ്യനെ മോശമായി ചിത്രീകരിക്കുക, എന്നിട്ടത് വീഡിയോ എടുക്കുക, എന്നിട്ടത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, എന്നിട്ട് കുറെ മഹാന്മാരുടെ ഫേസ്ബുക്കിൽ അത് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുക. എന്ത് പ്രക്ഷേപണം ചെയ്യുക? ആലിക്കുട്ടി ഉസ്താദ് ഒരുപാട് കെട്ടിക്കുടുക്കപ്പെട്ട ആളാണ്, ആ തീരുമാനങ്ങളൊന്നും മൂപ്പര ശൈലിയല്ല, ആ തീരുമാനങ്ങളൊന്നും മൂപ്പര ഭാഷയല്ല, ആ എഴുത്തൊന്നും മൂപ്പര രീതിയല്ല എന്ന് പറഞ്ഞ് ആലിക്കുട്ടി ഉസ്താദിനെ മരണാനന്തരം മോശമായി ചിത്രീകരിക്കാനുള്ള പ്രവണത. ഇതൊന്നും ആരും ഇത്തരം രീതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആർക്കും ഭൂഷണമല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത് 100 വർഷക്കാലം അത് മുന്നോട്ട് പോയ രീതിയും പാരമ്പര്യമൊക്കെ ഉണ്ട്. ആ പാരമ്പര്യമനുസരിച്ച് ഇനിയും മുന്നോട്ട് പോകാമെന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അംഗീകാരമാണ് 100ാം വാർഷികത്തിലൂടെ കാണിച്ചു കൊടുത്തത്. സമസ്തക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല. ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നത് സാക്ഷ്യപ്പെടുത്തിയതിന്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം. സമസ്തയുടെ എല്ലാ സംരംഭങ്ങളും, സമസ്തയുടെ എന്ത് പുതിയ പുതിയ സംരംഭങ്ങളുമായിട്ട് വന്നാലും അതിനെ മോശമാക്കാനും അതിനെ പരാജയപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ടല്ലോ. പക്ഷെ ഇതുവരെ വിജയിച്ചിട്ടില്ല. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു. ആ 100ാം വാർഷിക സമ്മേളനത്തിന് എന്തെല്ലാം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടാണ് അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? വല്ലതും വിജയിച്ചോ? മഹാനായ ജിഫ്രി തങ്ങളുടെ ഒരു മുന്നേറ്റ യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയെ പരാജയപ്പെടുത്താൻ എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു? വല്ലതും നടന്നോ? സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നിരവധി കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിലേക്ക് ഫണ്ട് ശേഖരണം തഹിയ പദ്ധതി പ്രഖ്യാപിച്ചു. അത് പരാജയപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി? വല്ലതും നടന്നോ? ഓരോ വർഷവും സുപ്രഭാതം ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് സുപ്രഭാതത്തെക്കുറിച്ച് മോശമായ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഏതെങ്കിലും വർഷത്തെ ക്യാമ്പയിൻ പരാജയപ്പെട്ടിട്ടുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുലമയോട് എതിരിടാൻ വന്നവരാരും ഈ 100 കൊല്ലത്തിനിടയിൽ പരാജയപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് ഏതെങ്കിലും ബൾബ് കച്ചവടക്കാർ വന്നിട്ട് മഹാനായ ആലിക്കുട്ടി ഉസ്താദിനെ അധിക്ഷേപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയെ മോശമാക്കാൻ ശ്രമിച്ചാൽ, അതിന് ഉത്തരവാദപ്പെട്ട നേതാക്കളെ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അത് അവരുടെ പരാജയത്തിന്റെ തുടക്കമാണെന്നല്ലാതെ സമസ്തക്കോ അതിന്റെ പ്രാസ്ഥാനികമായ സംഘശക്തിക്കോ ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. സമസ്ത ഇങ്ങനെ ഒരു ആർക്കും തകർക്കാനാവാത്ത ഒരു ശക്തമായ മുന്നേറ്റമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റും, വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റും, വിള്ളൽ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നോക്കി പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ട്രംപ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമാണ്. ആഗോളതലത്തിലൊക്കെ വലിയ പ്രശ്നമാണ്, എല്ലായിടത്തും വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ സുന്നി മുജാഹിദ് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട കാലല്ല എന്നൊക്കെ പറയാണ്. മംഗലാപുരത്ത് ഒരു കാതി ആരോഹണ പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ആ പരിപാടിക്കെതിരൊന്നുമല്ല, അവരൊക്കെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവിടെ ഒരാൾ പ്രസംഗിക്കുകയാണ്. നമ്മൾ ഈ വഹാബികൾ എന്ന് പറഞ്ഞിട്ട് ആരെയും അകറ്റി നിർത്തേണ്ട കാലല്ലത്. പിന്നെ എന്തിനാ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്?
വഹാബികൾ അകറ്റാൻ പാടില്ല, മൗദൂദികൾ അകറ്റാൻ പാടില്ല, തെബിലിഗാർ അകറ്റാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ സമസ്തകാല ജമിയത്ത് ഉലമയുടെ ആവശ്യം എന്താണ്? അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്ന, ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. സമസ്തകാല ജമിയത്ത് ഉലമ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു കാലം സമസ്ഥാനിയിലും ഒരു കാലം സമസ്തയിലും നിൽക്കുന്ന ആളുകളെ പറ്റൂല. അത്തരം ആളുകളെ തിരിച്ചറിയണം. സമസ്തക്കാരാണെങ്കിൽ അവർ സമസ്തയുടെ അകത്ത് നിൽക്കുന്നവരാകണം, സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവരാകണം, സമസ്തയുടെ നേതൃത്വത്തെ അനുസരിക്കുന്നവരാകണം. അല്ലാത്തൊക്കെ സമസ്തന്റെ ചേവിൽ വളരാൻ വന്നിട്ടുള്ള കുറെ കപട വേഷധാരികളാണ്. അത്തരം ആളുകളെ തിരിച്ചറിയണം. അത്തരം ആളുകൾ ഈ സംഘടനയുടെ അന്ധകരാണ്. അത്തരം ആളുകൾ കപട വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ വേദിയിൽ കടന്നു വരുമ്പോ അവരുടെ ഉദ്ദേശം ഒരിക്കലും സമസ്ത ശക്തിപ്പെടുത്തലല്ല. വഹാബികളെയും മൗദൂദികളെയും അപകടകാരികളായിട്ടുള്ള ഇത്തരം ആശയ പ്രചാരകരൊക്കെ സമസ്തയുമായി ബന്ധപ്പെടുത്തി ഈ പ്രസ്ഥാനത്തെ ആശയക്കുഴപ്പത്തിലാക്കാനും ഇതിനെ ദുർബലപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള അജണ്ടകളുമായിട്ടാണ് ഇത്തരം ആളുകൾ കടന്നു വരുന്നത്. അവരെ കൃത്യമായി തിരിച്ചറിയാനും അവരെക്കെതിരെ ജാഗ്രത പാലിക്കാനും അവരെ കുറിച്ച് സംഘടനാ രംഗത്തും മഹല്ലുകൾക്കിടയിലും ബന്ധപ്പെട്ടവർക്കിടയിലും കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. സംഘടനാ പ്രവർത്തകർ ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാനായ ആലിക്കുട്ടി ഉസ്താദിനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ.